നമുക്ക് പപ്പടം കൊണ്ട് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ബാക്കി വരുന്ന പപ്പടം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട. നമുക്ക് കുറച്ച് പപ്പടം ഉണ്ടെങ്കിൽ, ഒരു 5-8 പപ്പടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള 10 പപ്പടം ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ആദ്യം തന്നെ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. ഇത് കുറച്ച് വലിയ ഇലയായതുകൊണ്ടാണ് 1 തണ്ട് എടുത്തത്. ചെറിയ ഇലകളാണെങ്കിൽ 2 തണ്ട് എടുക്കാം. കറിവേപ്പില ചേർത്ത് ഒരു 5-6 സെക്കൻഡിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഏകദേശം 1 മുതൽ 1.5 ടീസ്പൂൺ വരെ എടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു 2-3 എരിവുള്ള പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചപ്പൊന്ന് മാറുന്നത് വരെ, ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ വല്യുള്ളി 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വല്യുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി എങ്ങനെ മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം. എന്നാൽ അതിന്റെ ക്രഞ്ച് അങ്ങ് പോകാനും പാടില്ല. ആ ഒരു പാകത്തിലാണ് നമുക്ക് ഉള്ളി വേണ്ടത്. ഇവിടെ നമ്മൾ ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പപ്പടത്തിൽ നിറയെ ഉപ്പാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉള്ളി പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും ചേർക്കുകയാണ്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുത്തോളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം, പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിരകിയ തേങ്ങയാണ്. 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ കിടന്നോട്ടെ. ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും നമുക്ക് ഒരുപാട് പാകമാവേണ്ട ആവശ്യമില്ല. ഒന്ന് അതിന്റെ പച്ചപ്പ് മാറി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ തേങ്ങയും ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മിക്സിന് ഉപ്പ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ 1 നുള്ളു ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ആയി പോരുതേ. അടുത്തത് നമ്മൾ ചേർക്കുന്നത് പപ്പടമാണ്. പപ്പടം ഒന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക കേട്ടോ. തീരെ പൗഡറി പോലെ ആവരുത്. കുറച്ച് കാണത്തക്ക വിധത്തിൽ ഏകദേശം ഇതുപോലെ പൊടിച്ചു കൊടുക്കാം. പൊടിച്ച പപ്പടം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലോ ഫ്ലെയിമിലുള്ള ആ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പപ്പടം ചേർക്കുന്ന സ്റ്റേജ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആണെങ്കിൽ നമുക്ക് ആ ക്രഞ്ചോട് കൂടി കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ പപ്പടം സോഫ്റ്റ് ആയി കഴിഞ്ഞാലും ഇതിന്റെ ടേസ്റ്റ് ഒന്നും പോകുന്നില്ല കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെക്കാം. എന്നാലും ടേസ്റ്റ് തന്നെയാണ്. പപ്പടത്തിന്റെ ഉപ്പല്ലാതെ ഈ മിക്സ്ചറിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. എന്നാലും ഇതിന് ഉപ്പില്ലാത്തതായിട്ട്, ഉപ്പ് ചേർക്കാത്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ എപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെയുള്ള റെസിപ്പിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ ഇടൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ധന്യ.